ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ ഇന്ന് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അരങ്ങ് വാഴുന്ന ദിവസമാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു 10 ദിനങ്ങൾ പിന്നിട്ട് 11ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നോർത്ത് ഇന്ത്യ ഇളകി മറിയുന്ന ഒരു കാഴ്ച കാണാം. 10ാം ദിനം റെക്കോർഡ് കളക്ഷൻ തൂക്കിയ സിനിമ 11ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഹിന്ദിയിൽ മറ്റൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു സംഖ്യയിലേക്ക് എത്താൻ എല്ലാവരും സഹായിക്കണം. ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് അതിൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. സിനിമ ഇന്ന് 921 ഷോകളാണ് 10ാം ദിവസത്തെ ഫൈനലായിട്ട് വന്നിരിക്കുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത്. അതിൽ 1,18,000 ആളുകൾ കണ്ടു എന്ന് ട്രാക്കേഴ്സ് പറയുമ്പോൾ ഒക്യുപ്പൻസി അവർ തരുന്നു 46%. 1,83,00,000 രൂപയാണ് സിനിമ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നതെങ്കിൽ ഫൈനൽ ഗ്രോസ് 2.5 കോടിക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. അത് കേരള കളക്ഷൻ്റെ കാര്യമാണ്. മികച്ച ഒരു കളക്ഷനുമായി 10ാം ദിവസവും 2 കോടിക്ക് മുകളിൽ സ്റ്റഡിയായിട്ട് പോകുന്നു. അങ്ങനെ കേരള കളക്ഷൻ മാത്രം 36 കോടി തകർത്ത് അതിൻ്റെ കുതിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം, ബുക്ക് മൈ ഷോയിലേക്ക് നോക്കുകയാണെങ്കിൽ ബുക്ക് മൈ ഷോയിൽ ഇന്ന് തരംഗം തന്നെയായിരുന്നു. മൊത്തം ഇതുവരെ 10 ദിവസം കൊണ്ട് സിനിമ വിറ്റുപോയത് 12,80,000 മുകളിലുള്ള ടിക്കറ്റുകൾ. ഇന്നും വിറ്റുപോയത് 67,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം. ബുക്ക് മൈ ഷോ മാത്രമല്ല, ബാക്കിയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആപ്പും കൊണ്ട് ആളുകൾ ഡയറക്റ്റായിട്ട് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുന്ന കാര്യവുമുണ്ട്. എന്നിരുന്നാൽ പോലും ബുക്ക് മൈ ഷോയിൽ ആ റേഞ്ചിലാണ് സിനിമ നിൽക്കുന്നത്. ഇന്ന് 250 മുകളിലുള്ള എക്സ്ട്രാ സ്ക്രീനുകളാണ് സിനിമയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ ആഡ് ചെയ്യപ്പെട്ടിരുന്നത്. ആദ്യ ദിനം 35 സ്ക്രീനുകളിൽ തുടങ്ങിയ സിനിമ 7ാം ദിവസം 140 സ്ക്രീനുകളിലേക്ക് എത്തിച്ചു. നമുക്കറിയാം, നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞ പോലെ ആദ്യ ദിനം വെറും 20,000 രൂപയിൽ നിന്ന് തുടങ്ങി ആദ്യ ആഴ്ചയിൽ 29 ലക്ഷം രൂപ നേടിയ സിനിമ 8ാം ദിവസമായപ്പോഴത്തേക്ക് 200 മുകളിലുള്ള സ്ക്രീനുകൾ ആഡ് ചെയ്യപ്പെടുകയും ആ ഒരൊറ്റ ദിവസം കൊണ്ട് 25 ലക്ഷം രൂപ നേടുകയും ചെയ്തു. പിന്നീട് 9ാം ദിവസം 300 മുകളിലുള്ള സ്ക്രീനുകൾ ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ സിനിമ 70 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. ഇന്ന് 10ാം ദിവസം നമുക്ക് കാണാൻ കഴിയുന്നു 600 മുകളിലുള്ള സ്ക്രീനുകൾ ആഡ് ചെയ്യുകയും 200 മുകളിലുള്ള എക്സ്ട്രാ സ്ക്രീനുകൾ ആഡ് ചെയ്യേണ്ടി വരികയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, നോർത്ത് ഇന്ത്യയിൽ എമ്മാതിരി തീയാണ് ഈ ഒരു സിനിമ ആളിക്കത്തുന്നത് എന്ന് നോക്കാം. 11ാം ദിവസം 1000 മുകളിലുള്ള ഷോകൾ അല്ലെങ്കിൽ സ്ക്രീനുകൾ ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുമുള്ളത്. അമ്മാതിരി ഒരു കൊലത്തൂക്ക് തന്നെയാണ്. 250 മുകളിലുള്ള എക്സ്ട്രാ സ്ക്രീൻസ് ആഡ് ചെയ്യുമ്പോൾ, അതായത് 600 സ്ക്രീനുകൾ ആഡ് ചെയ്തതിൻ്റെ പുറമെയാണ് എന്നുള്ളതും കൂടെ ആലോചിക്കുക. അങ്ങനെ ഒരു ദിവസം തന്നെ സിനിമ 70 നിന്ന് 1 കോടിക്ക് മുകളിലേക്ക് പോകുന്നു സിംഗിൾ ഡേയിൽ. പലരും ഇതിനു മുമ്പ് കമൻസിലൂടെ പറഞ്ഞിരുന്നു 1 കോടി ആദ്യം നേടട്ടെ 10 കോടി എന്നുള്ളൊരു വാക്ക് പറഞ്ഞപ്പോൾ. ഇത് നോക്കിക്കോളുക, സിനിമ 20 കോടിയാണ് ഹിന്ദിക്കാർ പോലും ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. 20 അല്ല, അതിൻ്റെ മുകളിലേക്ക് പോകുമെന്ന് തന്നെ തോന്നുന്നു. അമ്മാതിരി ആണ് കൈയഴിച്ച് ഹിന്ദിക്കാർ ഈ സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സിനിമ ഒരു കൊടൂരമായ രീതിയിൽ തന്നെയാണ്, അതായത് കിൽ എന്ന ഹിന്ദി സിനിമ ഇവിടെ മലയാളികളാണ് ഏറ്റെടുത്തതെങ്കിൽ മാർക്കോ എന്ന സിനിമ അവിടെ ഹിന്ദിക്കാർ തിരിച്ചേറ്റെടുക്കുന്നു. ഇന്ത്യ കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും കൊടൂരമായ ബ്രൂട്ടൽ ആയിട്ടുള്ള സീനുകൾ ഉള്ള സിനിമ എന്നുള്ള പേരാണ്, ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇതിന് മുകളിലുള്ള വയലൻസ് ഇല്ല ഇതുവരെയുള്ള സിനിമകൾ. ഇനി ഇതിൻ്റെ മുകളിലേക്കാണോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരികയും ചെയ്യും. എന്തായാലും ഇതിനോടകം തന്നെ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 70 കോടി നേടിയതായി ട്രാക്കേഴ്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 75 കോടിക്ക് മുകളിലായിരിക്കാം സിനിമയുടെ കളക്ഷൻ. അതായത് ഞായറാഴ്ച കൊണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഉണ്ണി മുകുന്ദൻ ആൻഡ് ടീമിൽ നിന്ന് 75 കോടിയുടെ ഒരു പോസ്റ്റർ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ 1-ാം തീയതിക്ക് മുമ്പായിട്ട്, അതായത് ജനുവരി 2025 ജനുവരി 1-ന് മുമ്പായിട്ട് ഒരു പക്ഷേ സിനിമ 100 കോടിയിലേക്ക് ടച്ച് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും കൊടൂരമായിട്ടാണ് സിനിമയുടെ പോക്ക്. വരും ദിവസങ്ങളിൽ 4,000-ഓ 5,000-ഓ സ്ക്രീനുകളിലേക്ക് ഹിന്ദിയിൽ സിനിമ എത്തപ്പെടും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. GCCയിൽ ജനുവരി 1-ന് റിലീസുണ്ട്. അന്യഭാഷകളിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ജനുവരി 1-നുണ്ട്. തമിഴ്നാട്ടിൽ ജനുവരി 3-ന് സിനിമ റിലീസ് ചെയ്യുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് സിനിമ സിമ്പിളായിട്ട് 150 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഇന്ന് ഒരു കൊടുങ്കാറ്റായിട്ട് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ ഉയരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പക്ക വിപ്ലവം സൃഷ്ടിക്കുന്നു ഇന്ത്യൻ സിനിമയിൽ ഈ ഒരു സിനിമ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. 50,000 സബ്സ്ക്രൈബേഴ്സ് ജനുവരി 1-ന് മുമ്പ് എത്തുക എന്നുള്ള ആ ഒരു മോഹത്തിലേക്ക് നിങ്ങളും പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.